Hello guys. Welcome back to our channel. ഇന്ന് എവിടെ പോകുന്നത് നമ്മള്? ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നൊരു സൺഡേ ആണ്. സോ ഇത്രയും ദിവസം നോണൊക്കെ കഴിച്ച് മടുത്ത് നമ്മളൊരു വെജ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് ഓർത്തു. രാവിലെ ഞാൻ നോണൊന്നല്ല കേട്ടോ കഴിക്കുന്നത്. യൂഷ്വലി മുസ്ലി അല്ലെ കോൺഫ്ലേക്സ് പോലത്തെ സാധനങ്ങളൊക്കെയാ കഴിക്കുന്നത്. ഞാൻ ഓട്സ്. അതിന്നൊരു ചേഞ്ച്. സഡൻ ബ്രേക്ക് ഇട്ട് വീക്ക് ഡേയ്സിൽ എന്തായാലും ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പുറത്തു പോയി രാവിലെ കഴിക്കാൻ പറ്റില്ല. വീക്കെൻഡ് ആവുമ്പോ എന്തെങ്കിലും ഇതുപോലെ വെജ് റെസ്റ്റോറന്റ് എന്തെങ്കിലും പോയിട്ട് കഴിച്ചിട്ട് ദോശയൊക്കെ കഴിച്ചിട്ട് വരാൻ തുടങ്ങിയിട്ട്. സോ അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി. എത്ര മണിയാ? 10 മണിക്ക് ഇറങ്ങി. രാവിലെ എന്നൊക്കെ പറയുന്നുണ്ട്, സമയം 10 മണി കഴിഞ്ഞു. ഇതാണ് നമുക്ക് കിട്ടില്ല. ചിലർക്കൊക്കെ ഉച്ചക്ക് ലഞ്ചൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ടാവും ചില വീടൊക്കെ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നേ ഉള്ളൂ. എന്റെ വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും വിചാരിക്കണ്ട, എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട്. ചെറുതല്ല വലുത്. അതെ, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് നീ AC ഇട്ട് പോകുന്നത്. AC ഇടാതെ പോകാൻ പറ്റില്ല കാറിൽ. പിന്നെ എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട്, ഇവിടെ നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് AC ഇടാതെ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. കൊച്ചിയില് ഭയങ്കര ചൂടാണ് പുറത്ത്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വരുന്നുണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അവരെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവരറിയാണ്ട് വേണമെങ്കിൽ കാണിക്കാൻ ശ്രമിക്കാം. ഈ കിടന്നുറങ്ങുന്ന പട്ടിക്കുട്ടികളുണ്ടോ? ഇത് ചരിഞ്ഞു പോവാണ്ട് ഇവന് അടുത്ത ടേണിങ് തിരിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാവേ. അങ്ങനെയാണെങ്കിൽ ഇതെവിടെയാ കറക്റ്റ് അത് അതിന്റെ ആ പൊസിഷൻ തുള്ളി മാറിയാ നീ തീർന്നടാ. എന്നാ നീ ഒരു പട്ടിക്കുട്ടിനെ വാങ്ങി ഇവിടെ തന്നെ കളത്തിക്കോ. ഇവിടെയൊക്കെ മെട്രോ വന്നാൽ നൈസ് ആയിരിക്കില്ലേ? ഇവിടെന്ന് പറഞ്ഞാ ഇൻഫോ പാർക്കിന്റെ അകത്ത്, ലൈക്ക് എക്സിറ്റ് ഗേറ്റിന്റെ അവിടെ ആയിട്ട്. ഇൻഫോ പാർക്കിന്റെ അവിടെയൊക്കെ മെട്രോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോയി വരാനൊക്കെ അടിപൊളിയായിരിക്കും. പെട്ടെന്ന് പരിപാടി കഴിയും. പെട്ടെന്ന് പോയിട്ട് വരാം. ട്രാഫിക് ഒന്നും കേറേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പോവാ വരാം. ഇല്ലെങ്കിൽ കാക്കനാടുന്ന് ലുലുവിൽ പോയിട്ട് വരുന്ന ഒരു ടാസ്ക് തന്നെയാണ്. എടപ്പള്ളി ഒരു ടാസ്ക് ആണ്. ഹലോ ഗായ്സ്, നമ്മൾ ആര്യേസിലെത്തി. നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല. സോ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ടുണ്ട്, അവർ ഇറങ്ങിയതാ പറഞ്ഞ. അതെ, ആദ്യമായിട്ടാ ഞാൻ നേരത്തെ എത്തുന്നത്. അല്ല, ഞാൻ ലേറ്റ് ആയിട്ട് എത്തിയത്. അതിനേക്കാൾ ലേറ്റ് ആയിട്ട് എത്തുന്ന എന്റെ ഫ്രണ്ട്സ്. അതെ, എന്റെ ഫ്രണ്ട്സ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ലേറ്റാ, അതിനേക്കാൾ ലേറ്റ് ആയിരിക്കും എന്റെ ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവളങ്ങനെയല്ല, ഇവള് ഓൺ ടൈം എപ്പോഴും. വന്ദേ ഭാരത് പോലെയാ. നേരത്തെ അല്ല, കറക്റ്റ് ടൈമിലെത്തും. നേരത്തെ എത്തുമെന്ന് നീ പറഞ്ഞു. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ആര്യേസില്. പക്ഷെ അകത്ത് കയറി നോക്കിയാ അത്രയില്ല, ഓക്കെയാണ്. വീക്കെൻഡ് ആയത് വീക്കെൻഡ് ഒരു തിരക്കും കൂടെ ഉണ്ടാവും. അപ്പൊ അവരെത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. വിശപ്പുണ്ട്, നോക്കാല്ലേ. വിശക്കും. വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് എത്തുമായിരിക്കും. വരുന്നില്ലേ? നമ്മുടെ അക്ഷയ് എത്തിയിട്ടുണ്ട്, ബിജിത്ത് എത്തിയിട്ടുണ്ട്, ജയന്തിന്റെ ഫാമിലി ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് സീറ്റ് കിട്ടുമായിരിക്കും. അതെ, നമ്മൾ 4-2 അപ്പൊ ചെയ്തോളാം. അക്ഷയ് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തിലേക്ക് പോയതാ. അപ്പൊ അക്ഷയ് പറയും ഇപ്പൊ ട്രിവാൻഡ്രം ആണോ നല്ലേ, കൊച്ചി ആണോ നല്ലേ? ട്രിവാൻഡ്രം ഇഷ്ടം? അതെന്താ? എവിടെ പോടാ, ഞാൻ ട്രിവാൻഡ്രം വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓ ഇല്ല, ആൾക്കാര് ഇവിടെ അല്ലേ വൈബ്? ആൾക്കാർ കൂടുതലില്ല, ആ ജനറേഷൻ ഇല്ലേ അവിടെ കുറച്ച് ഓൾഡ് അല്ലേ. ആ അവിടെ പിന്നെ IT ആയിരിക്കും. അത് കുഴപ്പമില്ല. ഞാൻ ട്രിവാൻഡ്രം പോയപ്പോ സിറ്റി ലൈഫ് പോലെ അല്ല. ശരിയാ, എനിക്ക് വന്നിട്ട് ഞാൻ ആ സൈഡ് വന്നിട്ട് IT. നമുക്ക് ഇടയ്ക്ക് പോവാം ട്രിവാൻഡ്രം. അതെ, അത് കൊല്ലം. ട്രിവാൻഡ്രം ഞാൻ 2 പ്രാവശ്യം. ജയിലിടാ, ഇതിന്റെ ഗ്യാപ്പിൽ കൂടെ ജയിലിനെ കാണാം. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. പണ്ട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. എല്ലാവരും ദോശ ഓർഡർ ചെയ്തല്ലേ? മസാല ദോശ. അതല്ല, മസാല ദോശ. പൊടി റോസ്റ്റ്. പൊടി റോസ്റ്റ് എൻ്റെ ഫേവറേറ്റാ.
എല്ലാ മസാല നീ കഴിക്ക് വിശക്കെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ കൂടെ വരുന്ന പറഞ്ഞ രണ്ടുപേരെ കാണാനില്ല. അവരെത്തിയാ കഴിക്കും. അവര് പറഞ്ഞ് ഓണിയൻ ഊത്തപ്പം പിന്നെ പ്ലെയിൻ റോസ്റ്റ് പറഞ്ഞത് അവരെത്തിയാ കഴിക്കുമായിരിക്കും. എത്ര സമയം മോനെ? 6 ആൾക്കാരുടെ സീറ്റിൽ അതെ ബാക്കിൽ പിടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നോ? ആ വേഗം. അല്ല ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ എന്നാ ഇപ്പൊ ഷുഗർ ഇല്ലെന്നാണോ അതില്? ആ കണ്ടന്റ് വേറെ. നമ്മൾ നോർമൽ കഴിക്കുന്ന ഷുഗർ റിഫൈൻഡ് ഷുഗർ ആയിരിക്കും. കിട്ടും. അതാണ് സംഭവം ഗായ്സ്. അറിയില്ലെങ്കിൽ ജയന്തിനോട് ചോദിച്ചാൽ മതി. അതെന്റെ ID മെൻഷൻ ചെയ്യാം അതിൻ്റെ അകത്ത്. എന്താ നോക്കുന്നേ? അക്ഷയന്തി പോവാം. അല്ലേ നല്ല ചൂട് വേർത്ത് ബാക്കിലൊക്കെ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് ആര്യസ് ഇന്ന് ഇറങ്ങി. ഒന്നും പ്രത്യേകിച്ചൊന്നും പ്ലാനൊന്നും ഇല്ല. എല്ലാരും പോയി. നീ പോയിട്ടൊന്നുമില്ല. വൈകിട്ട് ചുമ്മാ പുറത്തിറങ്ങാം. വൈകിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം ഗൈസ്. അതെ വെയിലും പുറത്ത് നല്ല ചൂടാണ്. നമ്മൾ കുറച്ചു നേരം പുറത്തുനിന്ന് സംസാരിച്ചു. പക്ഷെ ആ ചൂട് സഹിക്കാൻ പറ്റാതെ പിന്നെയും കാറിൽ കയറി എങ്ങനെയും പോയാൽ മതി എന്നായിരുന്നു. സോ അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ എക്സ്പ്രസ് വേൻ്റെ അതിലെ കൂടെ പോകുന്നു. ഇനി വൈകിട്ട് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ കാണിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ ഗൈസ്. ലഞ്ച് ടൈം ആയി ഗൈസ്. എവിടെ പോകുന്നത്? നമ്മൾ ലഞ്ച് കഴിക്കാൻ നമ്മൾ ജയന്തിന്റെ വീട്ടില്. അതെ വീട്ടിലെ ബിരിയാണി ഗീ റൈസ്. ജയന്ത് ഇന്ന് ഗീ റൈസ് ആക്കി തരാന്ന് പറഞ്ഞ് ഉച്ചക്ക് ഗീ റൈസ് ആക്കുക. അപ്പൊ ഷെഫ് ജയന്ത് അതെ നമ്മള് അസിസ്റ്റന്റ് ശാലിനി ജയന്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നു കഴിക്കാൻ. അവിടെ പോയിട്ട് ഗീ റൈസ് ഒക്കെ കഴിക്കാം. കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജയന്തിന്റെ ഗീ റൈസ് കഴിക്കാൻ പോകുന്നത്. ജയന്ത് ആക്കുന്ന ഗീ റൈസ് കഴിക്കാൻ പോകുന്നത്. പണ്ട് ഞങ്ങള് ബാച്ചിലർ റൂമില് ബാച്ചിലർ ആയിട്ട് ഞങ്ങള് നിക്കുമ്പോ ജയന്തും വിഷ്ണു ഒക്കെ അവര് നല്ലോണം ഫുഡ് ആക്കും. നല്ലോന്നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട്. നമുക്ക് വലിയ കാര്യമായിട്ട് ആക്കാൻ അറിയില്ല. എനിക്ക് വലിയ കാര്യമായിട്ട് ആക്കാൻ അറിയില്ല. ബാക്കി എല്ലാരും നല്ലോണം കുക്ക് ചെയ്യും. പിന്നെ ഞാൻ ആ പാത്രം കഴുകുക മാത്രമാണ് എന്റെ പരിപാടി. അസിസ്റ്റന്റ്. അപ്പൊ വീക്കെൻഡ് ഒക്കെ ആവുമ്പോ നമ്മള് ഗീ റൈസ് ഇവരാക്കും. ബാക്കിയുള്ള മറ്റേ പാത്രം കഴുകലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവര് നല്ലോണം ആക്കും. അപ്പൊ ഇന്നും അതേപോലെ ആക്കൂന്ന് പ്രതീക്ഷിക്കുന്നു. ആക്കി നമ്മൾ കഴിക്കാൻ അങ്ങോട്ടേക്ക് പോവാ. സമയം 2 മണിയായി. ഓൾമോസ്റ്റ് നമുക്ക് വിഷം തുടങ്ങി. അവിടെ ആയോ ഇല്ലോ എന്നൊന്നും അറിയില്ല. അതെ അവിടെ ആവുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ പോയിട്ട് നോക്കാം. നമ്മളൊരാളെ തൂക്കിയാനെ ബ്ലിങ്കിറ്റിനെ ബ്ലിങ്ക് ആക്കി നമ്മൾ തൂക്കിയാനെ ആള് നേരെ ഒന്നുമില്ല പറ്റിട്ട്. ബാക്കി ഇനി അവിടെ പോയിട്ട് കാണാം. വേറെ ഒന്നും ഇല്ലല്ലോ പറയാൻ. ഒന്നും പറയാനില്ല. വിശപ്പ് അത്ര ആയിട്ടില്ല. ഞാൻ മസാല ദോശ ഒക്കെ കഴിച്ചായിരുന്നു. വിശപ്പ് എന്ന് പറഞ്ഞാൽ ആയിട്ടില്ല. പിന്നെ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് കഴിക്കുന്നത് മാത്രം കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാര്, എന്റെ സ്വന്തം വീട്ടിലുള്ള ആൾക്കാര് വീട്ടുകാര് തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഏത് വ്ളോഗ് ഇട്ടാലും ഇത് ഫുഡ് കഴിക്കുന്ന വ്ളോഗാന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത്തരം കാര്യം കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും. നമ്മള് കാക്കനാട് സൈഡാണ് പോകുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ട് റോഡിലൊന്നും ആരും ഇല്ല. സത്യത്തിൽ സാധാരണ നല്ല കളക്ഷനുള്ള റോഡാണ്. അതുകൊണ്ട് ഇച്ചിരി വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റോഡ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നു. കളക്ഷൻ ഒന്നും അല്ല. ഉച്ചക്ക് 2 മണിക്ക് ആരും ഇറങ്ങി വരാൻ. വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മളെ ഇൻഫോ പാർക്ക് റോഡ് നല്ല തിരക്കായിരിക്കും. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഈ പ്രാവശ്യം ഇന്ന് തിരക്കുണ്ടാവില്ല. സത്യത്തില് സാധാരണ നല്ല ബ്ലോക്ക് ആണെന്ന് പറയുമ്പോഴും അതൊരു സുഖം ഉണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിട്ട് നോക്കിയേ, നല്ല വലിയ ബിൽഡിംഗ് അത്. ഹോസ്പിറ്റൽ പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ പുതിയൊരു മെൻസ് ലോഞ്ച് വന്നിട്ടുണ്ട്. ലോഫോ നല്ല ഡ്രസ്, നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്. നമ്മള് ഇടയ്ക്ക് കേറണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ? ചിക്കൻ കറി. ഇത് ജയന്റെ ചിക്കൻ കറിയാണ്. നേരേക്ക് ഇട്ട് നല്ല സൂപ്പർ ആയിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ടോ? അതെ, സ്മെല്ല് പോണ്ട. പിന്നെ ഇതാണ് ഗീ റൈസ്. ഈ ഗീ റൈസിന്റെ
ലുക്ക് കണ്ടാലും അറിയാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കഴിച്ചു നോക്കിയിട്ട് അറിയാം. പിന്നെ സാലഡൊക്കെ ആക്കി. ഇതെന്ത് കത്തി ഇങ്ങനെ? ഓ ഇതൊരു വെറൈറ്റി കത്തി കേട്ടോ, കളർഫുള്ളാ. ഇത് ഇവരുടെ ആയിരുന്നോ നിങ്ങൾ വാങ്ങിയതാണോ? ഉറപ്പാണോ? നല്ലതാണോ? എവിടുന്നാ വാങ്ങിച്ചേ? ഫ്ലിപ്കാർട്ടിൽ 250 രൂപ കിട്ടും അല്ലേ? എത്രയാണെന്ന് അറിയില്ല. നല്ല വെറൈറ്റി കത്തിയാ, വേണമെങ്കിൽ വാങ്ങിച്ചോക്ക്. ഈ പാക്കായിട്ടല്ലേ കിട്ടിയത് 3 എണ്ണം. ഇതാണ് വെറൈറ്റി കത്തി, നല്ല കളർഫുള്ളാ, ക്യൂട്ടാ. കൊറിയൻ മോഡലാണ്. കൊറിയൻ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വേണമെങ്കിൽ കത്തി വാങ്ങിക്കും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി. ലിങ്ക് അയച്ചുതരാം. ലിങ്ക് എന്ന് കമന്റ് ഇടാം. ഇല്ല, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അയച്ചുതരണേ, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഇവരുടെ ഒരു ബെഡ്റൂം. ഇതാണ് ബെഡ്റൂമിലുള്ള ഒരു ബാൽക്കണി. നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ. നല്ല പച്ചപ്പുള്ള വ്യൂ അല്ലേ? ഫുള്ള് വീഗാലാൻഡാണോ അത്? അതെ, ആ ഫ്ലാറ്റ്. അതെ, ചെടി വെച്ച ഫ്ലാറ്റ് വീഗാലാൻഡാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇൻഫോ പാർക്കിലുള്ള വ്യൂ ആ. ലുലു സൈബർ ടവർ 1. സൈബർ ടവർ കാണുന്നില്ലല്ലേ? ലുലു ആ പുതിയ ടവർ ഇല്ലേ? ലുലു ടവർ 1 ടവർ 2. അതെന്ത് സാധനം? കാറ്. അതെടുക്കാൻ പോകുമ്പോ നമുക്ക് ഇപ്പൊ കാണിക്കട്ടെ കുറച്ച്. പറക്കൂടാ. റിമോട്ട് കാർ അത്. അത് അന്ന് നിങ്ങളെ കണ്ടില്ലേ? കഷ്ണൊന്നും വേണ്ട. പക്ഷെ കഴിച്ചാ എന്തീ? അച്ചാറൊന്നും വന്നിട്ടില്ല. സൂപ്പർ അല്ലേ? നീ കഴിച്ചിട്ടില്ല ജയന്താക്കിയിട്ട് ഇതുവരെ? പോടാ, കഴിച്ചിട്ടില്ലേ? പിന്നെന്താ സൂപ്പർ ആയിട്ട്. അക്ഷയ് വന്ന ശേഷം അവിടെ ഒന്നും ഇല്ല. വേണം ഇതും കഴിക്കടാ. ആർട്ടിയുടെ കാറ് വാങ്ങിയിട്ടുണ്ട്. ജീപ്പല്ലേ അത്? റേഞ്ചർ ഓവറല്ലേ? ജി വാഗനാ? നേരെ ഓടിക്കടാ. ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. പതിയെ വാ, ഇങ്ങോട്ട് വാ. എടാ മറ്റേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അക്ഷയ് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചുപോയി. നമ്മളെല്ലാവരും തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.